മെന്നോലം നാദാമുൽമൂലം ഉൽമീനാമീൻ മാമോദീസ മൂലം മഷിയാതൻ ക്രൂശ്മാകുത്തപ്പേട്ടും തൻ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്വോൻ താൻ മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി അണിയുന്നൽ മഹിമാവിന്നങ്കി മുറിയോറായി മേലയിലുവാതാരെ മാതാകാദീശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥനയാൽ മക്കൾക്കായും കോട്ട നിവിയന്മാർ സ്ത്രീയന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പി എല്ലാരും നിൻ ശരണത്താൽ മൃതരാം മാതൃപിതൃക്കൾ മേലാനന്ദ പനി നീർന്നീ വീഴ്ത്തേണം മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവരായി ഈ സ്തോത്രം മാതാകാദീശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം വെളിവുനിറഞ്ഞോരീശോ നിൻ വെളിവാൻ കാണുന്നു വെളിവിയടിയാരകില ധാരമതാം വെളിവും നീ കാന്ത്യാനങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും വെള്ളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചി ദൈവമടിയാരിന്നൊഴിക്കാം സൽക്രിയകൾക്കു മനോ ശോദ്യ സംഗതി വരണേ ഞങ്ങൾക്ക് ഹാവേലിൻ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്ക മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗത്തിൽ ഹാവേലിൻ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാല
കാക്ക മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈ കൊള്ളും. കർത്താവേ നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ നിന്റെ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയനും ദൈവജനത്രീകന്യെ അമറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിയ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നിഹരിച്ചോനെ അപരിഭാവനതൃത്വൈക സുപിതാവോടൊപ്പം ജീവനും ഋക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കുറിയിലായിസോൻ, കുറിയിലായിസോൻ, കുറിയിലായിസോൻ. പൗലോസ്ലീഹ ധന്യൻ ചൊല്ലട്ടെ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചവയി എതിരായാലും ചൊന്ന വാനവനെങ്കിലുമാതൂതൻ താനേക്കും സഭയെ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പറയുമോ. ശ്രീഹയുടെ സ്തുതിയും നമ്മുടെ മേലിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരിൽ നിന്ന് ആശ്വാസവും സ്നേഹത്തിൽ നിന്ന് സാന്ത്വനവും ആത്മാവിനോട് സംബന്ധവും അനുകമ്പയും കരുണയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഏകമായ അഭിപ്രായം, ഏകമായ സ്നേഹവും ഏകമായ മനസ്സും ഏകമായ വിചാരവുമുള്ളവരായി തീർന്നിട്ട് എന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുകയും തർക്കങ്ങളാലോ ദുരഭിമാനത്താലോ നിങ്ങളൊന്നും ചെയ്യാതെ താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരനെ അവനവനേക്കാൾ ശ്രേഷ്ഠനെന്ന് കണക്കാക്കിക്കൊള്ളുകയും ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം പോരാ, കൂട്ടുകാരന്റെ കാര്യം കൂടെ നോക്കണം. യേശുമിശിഹായുടെ കാര്യം കൂടി നിങ്ങൾ ഉള്ളിൽ വിചാരിക്കുകയും അവൻ ദൈവ സദൃശനായിരിക്കുകയും ആ ദൈവ സാദൃശ്യത്തെ കാര്യമായി കണക്കാക്കാതെ തന്നെത്താൻ നിസ്സാരനാക്കി ദാശവശമെടുക്കുകയും മനുഷ്യന് സദൃശനായി തീരുകയും മനുഷ്യ രൂപമായി കാണപ്പെടുകയും തന്നെത്താൻ താഴ്ത്തുകയും മരണത്തോളം, അതെ ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള സകല മുഴുകാലുകളും യേശുവിന്റെ നാമത്തെ വണങ്ങി ആ മെസ്സിയ കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് സകല നാമം ഏറ്റുപറയുകയും ചെയ്തവണ്ണം ദൈവം അവനെ വരെ ഉയർത്തുകയും സകല നാമങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നാമം അവനെ കൊടുക്കുകയും ചെയ്തു. ആഹായി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിവേലകളെ ചേരിടുവീൻ കർത്തൃപ്രാകാരം നിർമ്മല കാഴ്ചയുമായി. കർത്തരെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. ഭാരമോർന്ന മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായ യേശുവിന്റെ സ്തുതികളും നാമെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമയുടെ ശരീരം ധരിച്ച് ജീവനുള്ളവനാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ
യേശു മിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് പ്രകാരം സംഭവിച്ചു. പറയുന്നു, യേശു തമ്പുരാൻ അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശേഷിക്കയില്ല. എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്റെ പിതാവിനാൽ എനിക്കായി നൽകപ്പെട്ടിട്ടുള്ള ഏവരും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടമാചരിക്കുവാനല്ലാതെ എന്റെ ഇഷ്ടം നടത്തുവാനല്ല. തന്നാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരുവനെ നശിപ്പിക്കാതെ അവസാന ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണോ എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്തെന്നാൽ പുത്രനെ കണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതും അവസാന നാളിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെടണമെന്നുള്ളതും എന്റെ പിതാവിന്റെ ഇഷ്ടമാകുന്നു. അനന്തരം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ യേശുവിൽ നിരസപ്പെടുകയും, ഇവൻ യോസേഫിന്റെ പുത്രനായ യേശുവല്ലയോ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നില്ലയോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഇവൻ പറയുന്നത് എന്ന് പറയുകയും ചെയ്തു. യേശു അവരോട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം മന്ത്രിക്കേണ്ട. എന്നെ അയച്ച പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവരും എന്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാവരും ദൈവത്താൽ പടിപടിക്കപ്പെട്ടവരാകുന്നു എന്ന് ദീർഘദർശിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ടുപടിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരുവരും. ആരെങ്കിലും പിതാവിനെ കാണുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. പിന്നെയോ ദൈവസന്നിധിയിൽ നിന്ന് വന്നിട്ടുള്ളവനാരോ അവനാകുന്നു പിതാവിനെ കാണുന്നത്. പ്രകാരം തന്നെ സത്യസുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മരിച്ചവർക്കാശ്വാസം പ്രത്യാശയുമുണ്ടായി. കബറിൽ നിന്നിഹ കർത്താവും ഉയർത്തെഴുന്നേറ്റീ ദിനം. ഹല്ലേലൂയ. സഭ മോദിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കണം. കരുണാനാർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരുമായ നിത്യോഗ്യർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശ്രീവാമരത്തിൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവരും മരിച്ചതിന്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനം ചെയ്ത് തന്റെ പുനരുദ്ധാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവൻ ദൈവികമായി സ്തോത്രം ബലിയർപ്പിക്കപ്പെടുന്ന സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളുടെ ദിനമൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബെക്കുനൂന്യമോ സുധായാലവൽമേ. പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാരങ്ങളാൽ കുതിരിക്കാൻ വയ്ക്കപ്പെടുന്നു.
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെ വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ വീടുകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന വലിയ വലിയ നൽകണമേ. കർത്താവിന്റെ നാമമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ കണക്കായി എഴുതണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരായി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിൽ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകളായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെ ദാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മാവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെ ശരീരങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിക്കണമേ. സ്നേഹവും ഐക്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുവാനാകണമേ. ശിക്ഷകളിൽ നിന്നും കോടികളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ മരിച്ചുപോയവരെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഓരോന്നിനും പരിശുദ്ധാത്മാവനും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ശുശ്രൂഷ കൈകൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധനായ പിതാ പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനുള്ളവനും പരിശുദ്ധനുമായ മഹാപരിശുദ്ധൻ നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും
നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ വിശ്വാസികളായ സകലവാങ്ങിപ്പോയവരുടെയും ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും കരുണയുണ്ടായി. ദയവ് ചെയ്തുകൊണ്ട് ഇതാത്തിന്റെ ലോകത്തെ ശുദ്ധീകരിക്കുന്നു. ദിവ്യജ്ഞാനം സിദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ളവനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സർവ്വവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സർവ്വത്തിലിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം മറുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിസ്തീയമുള്ള ഏകറുഹായിലും കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതുതാൻ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന. പ്രിയരേതു കരുണയോടെയും അലിവിന്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ബാരമോ സ്തോമൻകാലോസ് കുരിയേലായിസോ. സ്നേഹവും കരുണയുടെ ഉറവിടവുമായ ദൈവമേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ ലോകത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭാരത്മാവ് നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ശുഭത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ നാം തലോടിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവലിക്കുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലകുലിച്ച് നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി അനുഗ്രഹപൂർണമായ നിന്റെ വലതുകൈ
കർത്താവേ, നിന്റെ ഇടപെടലുകളുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പനത്തെ ദിനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായികളെ എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാരങ്ങളെ നമ്മുടെ ഭാഗം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരീ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മലകമാർ, ക്രൂബന്മാർ, ശ്രോപ്പന്മാർ, മൗത്തുബേന്മാർ, മോറോസന്മാർ തുടങ്ങിയ അദർശരും അസംഖ്യരുമായ സകലസ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും മടങ്ങാത്തവരോടും അവമാനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ആകാശഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. താൻ സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ തന്റെ വിശുദ്ധത്തെ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് കടകടപരിഹാരത്തിന് പാപമോചനത്തിന് നിത്യജീവന് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ കസായം എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് അരുളി ചെയ്തു, കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാലനം ചെയ്യുകയും ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ ഇമ്പപ്പെടുമ്പോഴെല്ലാം എന്റെ വരവരെയും മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുകയില്ലെന്ന് അവരോട് ഞാൻ മുൻകൂട്ടി കേൾപ്പിച്ചു. നിൻ പോലെ
മനുഷ്യാവതാരത്തെ മുഴുവനായി ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെ മാക്കുന്നു. ഇതു നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ മേലുള്ള വിരമിടുന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പൊരുന്നി ആവശ്യത്തിന് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാളെ എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടുന്നുണ്ട് പ്രാർത്ഥിപ്പീൻ. സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമർത്ഥമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പലവിധമായ കഠിന പരീക്ഷയിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കും വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരതം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമായ തീരുമാനമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും അഗതികളെയും പരദേശികളെയും നിരാശരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും അവിടുന്ന് സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ നേതാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും
ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുൻപാകെ നയിക്കുവാൻ ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയാപൂർവ്വം വീക്ഷിക്കപ്പെടുവാൻ കരുണയോടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല അംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രശംസാരായ സ്ത്രീയന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹോദരന്മാരെയും ബോധ്യന്മാരെയും ഭാഗ്യവാനും നല്ല യജമാനും മുന്നോട്ടക്കാരുമായ മാറിയോഹന്നാൻ മോർദാനെയും ശെമ്മശന്മാരിലും പ്രധാനിയും സഹോദരന്മാരും മൂപ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരും തലവന്മാരായ മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് വിളിച്ചുള്ള അവകാശം ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതന പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിധി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തിനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവരെയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും പുരുഷന്റെ നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസിയോസും അഥാനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും തിയസ്കോറോസും തീമോത്തിയോസും ബിറക്സിനോസും അന്തിമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വംശാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ ബോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നടന്ന മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രികീസ് മോർ സേവേരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് പ്രധാനായും മോർ എഫ്രേമും മോർ യാക്കോബും മോർ ഇസാഖും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ ഷമോൻ ദസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രികീസ് ബാവായും മോർ ബസേലിയോസ് ശബ്ദം അഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ബാവായും മോറസ്താദ്യോസ് ലീബ ബാവായും മോറത്താനാസിയോസ് പൗലോസ് വലിയ തിരുമേനിയും ഷാഫിറുല്ലാ മോർ ബസേലിയോസും യുയാക്കീം മാർ ബോറിലോസും പൗലോസ് മാർ ബോറിലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ മുമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിന്റെ പാറമേ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധ റൂഹായിയും എപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി വിശ്രമിച്ച ഈ പരിശുദ്ധ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും
വിശ്വാസത്തോടു കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരിവളെയും തന്നെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ നല്ല കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ നല്ല സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം എന്നിട്ട് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഒതുക്കിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയി നീ ആശിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെ അറിവോടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയായ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ മലവരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകണമേ. തന്മൂലം സകലത്തിൽ നിന്ന് ഓരോതിനാൽ സകലത്തിൽ ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ റൂഹായുടെ നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറയായി സകല തലമുറകളവരെ ലോകാലോകം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിസ്മയ സഹിതം കബറു തുറന്നു പാതാളം വിലപിച്ചു വിലപിതനാരികളവിടെയടങ്ങി ആരാഞ്ഞു കർത്തൻ തന്നോടെ ദേഹത്തെ നീക്കിയോ യൂദകബറിനും വീരനാം തൻ ഉദ്ധാനം അതത്ഭുതമായി ദ്യുതിമയനാമാലാകർഷണം അറിയിച്ചു നാരികളെ മശിഹാകർത്തൻ ഉദ്ധിതനായി ഈവിടില്ല പോയി സ്നേഹരെ അറിയിപ്പിക്കായവൻ പോയെന്ന് കാണുമവരവിടുദ്ധാരം അതത്ഭുതമായി വിമലത നിറയും നാരികളി സുവിശേഷം കേട്ടപ്പോ മാളികയിൽ പോയി സ്നേഹരോടായി അറിയിച്ചു ശ്രീമരണത്തെ കൊന്നു ബന്ധിതരെ വിടുവിച്ചു നാട്ടിൽ പോയി കാണുക മശീഹായെ ഗാലിയിൽ സമ്മേളിച്ചു സ്നേഹന്മാർ 11 ഉദ്ധിതമണവാളനെ അവരും കണ്ടവിടെ സൈത്തിൻ പർവ്വതമതിലേറ്റി
ബാരക്മോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായേസോ. വലിയവനവനും ബലവാനുമായ ദൈവമേ, ഈ ദൈവീകരണത്തിന് മനുഷ്യ സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ, ഞങ്ങൾ സ്തുതിക്കുകയും വിശുദ്ധ റൂഹായെ വന്ദിക്കുകയും നിരേകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരമെടുപ്പോടും ആത്മധൈര്യത്തോടുകൂടെ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തന്റെ മക്കളെ വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത ഉത്തമനവനും കാരുണ്യവാനുമായ പിതാവേ, കഴിഞ്ഞ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ എപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്മോർ അടക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യമായ കർത്താവിന്റെ മുമ്പാകെ നാം തലോലിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലോലിക്കുന്നു. തന്റെ അധികാര സിന്ധുവൽക്കിടെ സകല സൃഷ്ടികളും മണമണ്ണോ വലിയവനും സർവാധിപതിയുമായ രാജാവേ, ഇപ്പോൾ തിരുമുൻപാകെ തലവലിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ച് കൊടുക്കണമേ. ഞങ്ങൾ നിന്റെ പരിശുദ്ധ റൂഹായി എപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദ്യവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കരുണയും കൃപയും എന്റെ സഹോദരീ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാരക്മോർ ഭയത്തോടും മരലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുർബോനെ വസലാവോസോ നസ്കാരേനുല്ലാബോഹാൻ ദമൽ ഫിൽ മൗല കദായിനവേ ബനാ
പിതാവും പരിശുദ്ധവുമായ
ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ ഒതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ഈ നിര്യാരാധകരുടെ സംഘത്തെ അദൃശ്യമായ ഒളിവ് വലതുകരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവൻ നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമേ, ശരീരങ്ങളാകുന്ന ഈ ദിവ്യകാലത്തിന് അയോഗ്യനായിരുന്ന ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്തതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവുണ്ടാകട്ടെ. പാറയ്ക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾക്കുള്ളതിന് ശേഷം വീണ്ടും കാരുണ്യവാനാം തലവരിക്കണം. ഞങ്ങൾ അർത്താവ് ദൈവമായുള്ളവരെ ഞങ്ങൾ തലവരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങളുടെ ഭക്ഷണമായി പാപപരിഹാരപരമായ രക്തം പാനീയമായും നൽകി. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത്ത് നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ മരിച്ച് പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ ദൈവത്തെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ മർക്കോസിന്റെ മാളിക തന്നിൽ സ്ലിഹർ അണഞ്ഞു
ആരും നാദാ പുണ്യം നൽകിങ്ങോ മരിച്ചോർക്കും. വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ മാവിനായി നൽകുന്ന ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ വരവേൽപ്പിക്കുന്നതായി ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോരും കർത്താവിന്റെ വിജയകരമായ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോഷ്മിയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ പിഴകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരികയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കന്യയും സഹായവും ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിന്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ കുർബാനയാണ് ചൊല്ലോ ഈ പാട്ടക്കാരൻ മേലും ഈ ശുശ്രൂഷക്കാർ മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞാൻ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെടണമെന്നിയാകുന്നു. നിന്റെ വീട്ടിലെ ബലമായ ഭർത്താവ് ശിക്ഷ വാഴ്ത്തപ്പെടാനാകുന്നു. ശുദ്ധമുള്ള കന്യ ഭർത്തമറിയമേ തമ്പുരാന്റെയമ്മേ, പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ഒരു ഞായറാഴ്ച കൂടി അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ജീവനും ആയുസ്സും നൽകി. അതിനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ അവസരങ്ങളെയും ഞങ്ങളുടെ സന്ദർഭങ്ങളെയും എല്ലാം തിരുവരുഭാഗം സമർപ്പിക്കുകയാണ്. വരുന്ന ആഴ്ച അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. അത് ഞങ്ങളുടെ നന്മയ്ക്കാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വേദനകളിൽ നിന്നും മാനസിക ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തണമേ. വായിച്ച് കേൾക്കുന്ന പ്രസംഗിക്കപ്പെടുന്ന വചനം ഞങ്ങൾക്ക് ഈ ആഴ്ച വലിയ വെളിച്ചത്തിനായിട്ട് ഭവിക്കുകയും ചെയ്യണമേ. വാർദ്ധക്യത്തിലുള്ളവരെയും കുഞ്ഞുമക്കളെയും ഒരുപോലെ വാഴ്ത്തി അനുഗ്രഹിച്ച് അവിടുന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കുകയും കുടുംബങ്ങളെ നോക്കുവാൻ തക്കവണ്ണം വേവലാതിപ്പെടുന്നവരെ, ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങൾക്കും ഒരു വഴി അവിടെ കാണിക്കുകയും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആയുർവേദാന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള ഞായറാഴ്ചയുടെ വേദഭാഗമാണ്. വ്യാഴാഴ്ച സ്വർഗാരോഹണ തിരുനാളിന് ശേഷം 10 ദിവസത്തെ തയ്യാറെടുപ്പാണ് ഇനി നമുക്ക് എല്ലാവർക്കും. പരിശുദ്ധാത്മാവിനെ വീണ്ടും പുതുക്കത്തോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും വിശുദ്ധ മാമോദീസയുടെ സമയത്ത് വിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധ റൂഹായെ പ്രാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ പുതുക്കം വർഷം തോറും നടക്കുന്ന സമയം ആണ് പെന്തിക്കോസ്തി ശുശ്രൂഷ. അപ്പോൾ ആ പുതുക്കത്തിനായിട്ട് ഉള്ള കാത്തിരിപ്പിന്റെയും തയ്യാറെടുപ്പിന്റെയും ദിവസങ്ങളാണിത് എന്ന് മനസ്സിലാക്കുക. വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു ക്രിസ്തു ദൈവത്തിന്റെ മകനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ കേട്ടിരിക്കുന്നവർക്ക് ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു വാഗ്ദാനം നൽകുകയാണ്. ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല,
എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന വലിയ വാഗ്ദാനമാണ് യേശു ഇവിടെ താൻ കേട്ടിരിക്കുന്നവർക്ക് നൽകപ്പെടുന്നത്. എന്നാൽ അവിടെ ഇരുന്നവർ ഇവൻ യോസേഫിന്റെ മകനല്ലയോ, ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്നൊക്കെ എങ്ങനെ പറയുന്നു എന്നൊക്കെ സംശയം ഉന്നയിക്കുമ്പോഴും താൻ പറയുന്നുണ്ട്, എന്നെ വിട്ടിരിക്കുന്നത് എന്റെ പിതാവാണ്, എന്റെ പിതാവിന് ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പിതാവിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളത് ഒരുവൻ ഞാൻ മാത്രമാണ്. ഞാൻ പിതാവ് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തൃത്വത്തിന്റെ മർമ്മ രഹസ്യത്തോട് ഒപ്പം തന്നെ തൃത്വത്തിന്റെ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് ദൈവീകമായ വാഗ്ദാനമാണ് നൽകുന്നത് എന്ന് ഓർത്തു വെക്കണം. പ്രിയമുള്ളവർ, രണ്ട് കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കർത്തൃ പ്രാർത്ഥനയാണ് ക്രിസ്തീയ സഭയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രാർത്ഥന. ഒരുപക്ഷെ കാണാതറിയാവുന്ന ഒരു പ്രാർത്ഥന സഭാവിശ്വാസികൾ പല സഭകളിലും ഈ കർത്തൃ പ്രാർത്ഥനയാണ്. ദ ലോർഡ്സ് പ്രേയർ, ആർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ എന്ന് ഇംഗ്ലീഷിൽ തുടങ്ങുകയും അതുപോലെ മലയാളത്തിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നും സുറിയാനി ആബുന്തു വിഷ്മായോ എന്നും ഒക്കെ തുടങ്ങുന്ന ആ പ്രാർത്ഥന പലർക്കും കാണാതറിയാം. അപ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അന്നേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഗിവ് us today the daily bread എന്ന് പറയുമ്പോൾ അന്നേക്കുള്ള അപ്പത്തിനായിട്ടാണ് നമ്മളെ എല്ലാവരെയും കാത്തിരിപ്പോടിരിക്കുവാൻ തക്കവണ്ണം അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു ഇവിടെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വാഗ്ദാനമാണ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ പട്ടിണി കിടക്കുകയില്ല, ഇന്ന് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നത്, നാളെ അല്ല, ഇന്നേക്കുള്ള അന്നേക്കുള്ള അപ്പത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നമ്മുടെ പ്രവർത്തകർ. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികമായിട്ട് എന്തുണ്ടോ അതില്ലാത്തവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഭാരതത്തിൽ 2020 കോവിഡിന്റെ സമയമാണ്, എല്ലാവരും ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയും കടന്നു പോകുന്ന സമയമാണ്. എന്നാൽ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് സിറ്റികളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും പലായനം ചെയ്ത് നടന്ന് സൈക്കിൾ ചവിട്ടി 1000-1500 കിലോമീറ്റർ താണ്ടി ഗ്രാമങ്ങളിലേക്ക് മടങ്ങി പോകുന്ന അനേക മൈഗ്രൻസ് ആയിട്ടുള്ള ലേബറേഴ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് ധരിക്കാൻ ചെരുപ്പില്ല. പലരും അവിടെ തന്നെ റോഡരികെ കുഴഞ്ഞു വീണാണ് മരിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു രാജ്യത്ത് അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അംഗീകരിക്കുവാൻ പാടില്ല. കാരണം എന്താണ്? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അന്നേക്കുള്ള അപ്പം നിനക്ക് ഞാൻ തരും, അത് എന്റെ വാഗ്ദാനമാണ്. ദിസ് ഈസ് മൈ പ്രോമിസ് ഫോർ യു. ഈ വാഗ്ദാനത്തിന്റെ കീഴിൽ നിൽക്കുന്ന മക്കളാണ് നിങ്ങളും ഞാനും എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കടമ, നമ്മുടെ ഉത്തരവാദിത്വം ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ അയൽക്കാർക്കായിരിക്കാം, സഭാവിശ്വാസിയായിരിക്കാം, പള്ളിക്കാരനായിരിക്കാം, പരിചയമുള്ളവരായിരിക്കാം, വേറൊരു സ്ഥലത്തുള്ളവരായിരിക്കാം, എവിടെയാണെങ്കിലും ഇത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കാത്തതിന്റെ കാരണം നമ്മൾ ഹോൾഡേഴ്സ്, അതായത് എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വെക്കും, സ്വരൂപിച്ച് വെക്കും, കൂടുതലായി വെക്കും. കാരണം എന്താണ്? നാളത്തേക്ക്, മറ്റന്നാളത്തേക്ക്, അതിന്റെ അടുത്ത ദിവസത്തേക്ക് നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദാനം ഇനി നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ കൊറോണ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എത്ര സ്വരൂപിച്ച് വെച്ചാലും നമുക്ക് മതി വരാത്ത ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ കാലഘട്ടത്തെ ഒന്നിച്ച് നേരിടാൻ മാത്രമേ, ദൈവത്തോടൊപ്പം നേരിടാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്നാൽ നമ്മൾ ഒന്നായിട്ട്, നമ്മൾ തന്നെയായിട്ട് നേരിടാൻ പോയാൽ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു ക്രൈസിസ്, ഒരു പ്രശ്നത്തെ
ഏറ്റവും നല്ല രീതിയിൽ റെസ്പോൺസ് നൽകുന്ന ആളാണ് ഒരു നല്ല ക്രിസ്ത്യാനി. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നേതാക്കളെ ആളുകൾ നോക്കുകയാണ്, ആരാണ് ഒരു നല്ല നേതാവ് എന്ന്. എങ്ങനെയാണ് ആ ഒപ്പീനിയൻ ഇപ്പോൾ ഈ സമയത്ത് ആളുകൾ പറയുന്നത്? ഒരു ക്രൈസിസ് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അദ്ദേഹമാണ് ഒരു നല്ല നേതാവ്. ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തും സംസ്ഥാനങ്ങളിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആളുകൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമ്മളിൽ വിശുദ്ധമായിരിക്കുന്ന ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ എങ്ങനെ ഈ ക്രൈസിസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും എന്ന് നമ്മൾ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഒരു നല്ല ക്രിസ്ത്യാനിയുടെ ലക്ഷണം. അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനിയെ നല്ല സമയത്ത് എല്ലാവരെയും സഹായിക്കുകയും നല്ല സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനല്ല. ഒരു നല്ല ക്രിസ്ത്യാനി പ്രയാസ കാലഘട്ടത്തിൽ, ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നവനാണ്. ആ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ. ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തോട് ഒപ്പം നമ്മുടെ ഈ പ്രതിസന്ധി കാലഘട്ടം മാറിപ്പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവർത്തകനായി അന്നേക്കുള്ള അപ്പം ദൈവത്തിലേക്ക് വാങ്ങിക്കൊണ്ട് ആ അപ്പ കുറുക്കുകളിൽ നിന്ന് 12 കൊട്ടകൾ വരുന്ന അധിക അപ്പ കഷ്ണങ്ങൾ ലോകത്തെമ്പാടുമുള്ള പട്ടിണി കിടക്കുന്നവർക്കായി കൊടുക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തതുപോലെ ഇന്നുകൂടി അനൗൺസ് ചെയ്യുകയാണ്. ദീർഘകാലം 30 വർഷക്കാലം ഈ ഇടവകയുടെ ട്രസ്റ്റിയായിട്ട്, ഇടവകയുടെ വലിയ രീതിയിലുള്ള കാവൽക്കാരനായിട്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന രാജാചായ കഴിഞ്ഞ ശനിയാഴ്ച കർത്താവ് നിദ്ര പ്രാപിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു ഈ ദേവാലയത്തിൽ വെച്ച് അടക്കം. അനേകർക്ക് വരാൻ സാധിച്ചില്ല. കാരണം COVID-19 ഈ ക്രൈസിസ് കാരണം അനേകം യാത്ര ചെയ്യാൻ പറ്റാതെ പോയി. എന്നാലും ഒത്തിരി ആളുകൾ ഇവിടെ ഭവനത്തിലും ദേവാലയത്തിലും വരികയുണ്ടായി. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഈ കുടുംബത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ലൈവായിട്ട് കാണിച്ച സമയത്ത് ഒത്തിരി ആളുകൾ ലോകമെമ്പാടുമുള്ള സിംഹാസന സഭയിലെ ആളുകൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സഭയുടെ പല സഭകളിലെ ആളുകൾ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നവർ ലൈവായിട്ട് വന്ന് കാണുകയുണ്ടായി. അവരോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രതി അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു, നല്ല ഒരു സുഹൃത്തായിരുന്നു, നല്ലൊരു സ്നേഹിതനായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, നമ്മുടെ ദേവാലയത്തിൽ നല്ലൊരു നേതാവ്, ആത്മീയ നേതാവായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ റോഡുകൾക്ക് വേണ്ടി ദൈവത്തെ ഈ സമയത്ത് മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ നല്ലതായ ജീവിതത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ 2 മക്കളോടും അവരുടെ കുടുംബങ്ങളോടും അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിഷമത്തിൽ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നുകൂടി സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കരനായ ദാസന്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. വരുന്ന ഞായറാഴ്ച വിശുദ്ധ പെന്തിക്കോസ്തേ ശുശ്രൂഷ നടക്കുന്നതാണ്. ദീർഘമായ ശുശ്രൂഷയാണ്. അത് ലൈവായിട്ട് കാണിക്കുന്നതാണ്. എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണമേ എന്ന ഈ സമയത്ത് പറയുകയാണ്. ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഞാൻ കാരണം, എന്റെ ജീവിതം കാരണം, എന്റെ തീരുമാനങ്ങൾ കാരണം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ഉണർവ് ഉണ്ടാകുവാൻ തക്കവണ്ണം എല്ലാവരും ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കണമേ എന്നുകൂടി വളരെ വിനീതപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ വിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഗീവർഗീസാദയുടെയും മധ്യസ്ഥതയാൽ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസ് സാദായുടെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധനായ മോർ ഏലിയാസ് തൃതീയൻ ബാവായുടെയും പരിശുദ്ധ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെയും പരിശുദ്ധ കൗമാ സഹദായുടെയും മധ്യസ്ഥതയാൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണവും അനുഗ്രഹവും ഈ ആഴ്ച പെരുമാറാകട്ടെ. ആമേൻ.